നമ്മളൊരു ചരിത്രത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന സമയമാണ്. സ്കൈറൂട്ട് എയറോസ്പേസിന്റെ വിക്രം 1 റോക്കറ്റിന്റെ പ്രഥമ വിക്ഷേപണം നടക്കാൻ പോവുകയാണ്. രാജ്യത്ത് സ്വകാര്യ മേഖലയിൽ ഇതാദ്യമായി വികസിപ്പിച്ച ഓർബിറ്റൽ ക്ലാസ് റോക്കറ്റാണ് കുതിച്ചുയരാൻ പോകുന്നത്. പൂർണ്ണമായും തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്തു എന്ന പ്രത്യേകതയുണ്ട്. സ്വകാര്യ എയറോസ്പേസ് കമ്പനി വികസിപ്പിച്ചെടുത്ത ഒരു ഇന്ത്യൻ റോക്കറ്റാണ് വിക്രം 1. സ്വകാര്യ മേഖലയിൽ എയറോസ്പേസ് രംഗത്ത് സ്വകാര്യ മേഖലയിൽ വലിയ നിക്ഷേപമാണ് ലോകത്താകെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വികസിക്കുന്ന വലിയൊരു മേഖലയാണ്. ആ മേഖലയിലേക്ക് ഒരു സ്വകാര്യ കമ്പനി ചുവട് വയ്ക്കുന്നതിന്റെ ചരിത്രപരമായ ദിവസമാണ് ഇത്. വിക്രം 1 അല്പസമയത്തിനകം കുതിച്ചുയരും. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപണം നടക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. 11:30 വിക്ഷേപണം നിശ്ചയിച്ചിരിക്കുന്നത്. വിക്രം 1 കൊമേഴ്ഷ്യൽ ലോജിക്ക് അത് മനസ്സിലാക്കണമെങ്കിൽ ചെറിയ സാറ്റലൈറ്റുകളുടെ ലോകമാകെയുള്ള വളർച്ചയിലേക്ക് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാറ്റലൈറ്റ് ഉപയോഗിക്കുന്നത് നേരത്തെ ടെലിവിഷൻ ഉൾപ്പെടെയുള്ള ബ്രോഡ്കാസ്റ്റിംഗിനായിരുന്നുവെങ്കിൽ വലിയ വിക്ഷേപണ ചിലവില്ലാതെ തന്നെ ചെറിയ വിക്ഷേപണങ്ങളിലൂടെ കാലാവസ്ഥാ പഠനം, പ്രകൃതി ദുരന്തങ്ങളുടെ വിലയിരുത്തൽ, കടൽ നിരീക്ഷണം, അർബൻ പ്ലാനിംഗ്, ടെലികമ്മ്യൂണിക്കേഷൻ, ഇന്റർനെറ്റ് കണക്ടിവിറ്റി, എർത്ത് ഒബ്സർവേഷൻ, നാഷണൽ സെക്യൂരിറ്റി, ദേശീയ സുരക്ഷയടക്കം ഇങ്ങനെ നിരവധി മേഖലകൾക്കായി ഇപ്പോൾ ചെറിയ സാറ്റലൈറ്റുകൾ ഉപയോഗിക്കുകയാണ്. ചെറിയ സാറ്റലൈറ്റ് ഓപ്പറേറ്റേഴ്സിന് പലപ്പോഴും വലിയ റോക്കറ്റിൽ സെക്കൻഡറി പാസഞ്ചറായി കാത്തിരിക്കേണ്ടി വരുന്ന ആ സമയത്തിന് സ്ലോട്ടിന് വേണ്ടി കാത്തിരിക്കേണ്ട അവസ്ഥയുണ്ട്. പക്ഷേ ഇപ്പോൾ സ്വന്തം നിലയിൽ ചെറിയ വിക്ഷേപണങ്ങളിലൂടെ തന്നെ ആ ലക്ഷ്യം കൈവരിക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മുടെ രാജ്യവും എത്തുകയാണ്. ISRO മാത്രം കൈകാര്യം ചെയ്തിരുന്ന മേഖലയിലേക്ക് ഒരു സ്വകാര്യ എൻട്രി, സുപ്രധാനമായ എന്റെ ഒരു ചുവടുവയ്പ് ഉണ്ടാകുന്നു. Just a simple question. Do you guys know what is the heat flux which we face standing on the Earth's surface due to the Earth's radiation? I think 1000 watt per meter square kind of. നമുക്ക് മുണ്ടാഞ്ജലി ഇപ്പോൾ വിക്ഷേപണത്തിന്റെ ഘട്ടത്തിലെ സുപ്രധാനമായ ഘട്ടത്തിലേക്ക് എത്തുകയാണ്. 28 കൗണ്ട് ഓൺ. 2 മിനിറ്റിനുള്ളിൽ കുതിച്ചുയരും. അങ്ങനെയല്ലേ ക്രമീകരണം? മാറ്റമുണ്ടോ? നിലവിൽ മാറ്റമൊന്നുമില്ല. കൃത്യം നേരത്തെ തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ 11:30 വിക്ഷേപണം നടക്കുക. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 1ാം ലോഞ്ച് പാഡിൽ നിന്നാണ് അല്പസമയത്തിനകം ഈ വിക്രം 1 എന്ന ഈ റോക്കറ്റ് കുതിച്ചുയരുക. മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ചരിത്ര നിമിഷം എന്ന് വേണം പറയാൻ. കാരണം ആദ്യമായാണ് ഇന്ത്യയിൽ ഒരു സ്വകാര്യ മേഖലയിൽ നിർമ്മിച്ച ഒരു റോക്കറ്റ് കുതിച്ചുയരുന്നത്. ആഗമൻ 1 എന്നാണ് ഈ ദൗത്യത്തിന് പേരിട്ടിരിക്കുന്നത്. വിക്രം 1 എന്നാണ് ഈ റോക്കറ്റിന്റെ പേര്. ഏകദേശം 7 നില കെട്ടിടത്തോളം ഉയരമുണ്ട് ഈ റോക്കറ്റിന്. ഇതിൽ പ്രധാനമായും 6 പേലോഡുകളാണ് ഉള്ളത്. 6 ഉപഗ്രഹങ്ങളാണ് ഉള്ളത്. അതിൽ സ്കൈറൂട്ട് ഏജൻസിയുടെ ഒരു സ്കോപ്പ് എന്ന് പറയുന്ന ഉപഗ്രഹവും പേലോഡും അതുപോലെ തന്നെ മറ്റ് 5 പേലോഡുകളുമാണ് ഉള്ളത്. ഈ റോക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ 7 നില കെട്ടിടത്തിന്റെ അത്രയും ഉയരമുണ്ട്. 350 കിലോഗ്രാം ഭാരമാണ് ഈ റോക്കറ്റിന് വഹിക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ 450 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ ഉപഗ്രഹങ്ങളെ കൊണ്ട് കൃത്യമായി വിക്ഷേപിക്കാനും അവിടെ എത്തിക്കാനും ഈ റോക്കറ്റിന് കഴിയുമെന്നാണ് ഈ കമ്പനി അവകാശപ്പെടുന്നത്. എന്നിരുന്നാലും ചരിത്ര സുപ്രധാനമായ നിമിഷത്തിലേക്ക് എത്തുകയാണ്. ഇനി 1 മിനിറ്റിൽ താഴെ മാത്രം സമയം. ഇന്ത്യയുടെ പ്രൈവറ്റ് സ്പേസ് സെക്ടർ കാത്തിരുന്ന നിമിഷമാണ്, ലോകം വീക്ഷിക്കുന്ന നിമിഷമാണ്. ശ്രീഹരിക്കോട്ടയിൽ ഇന്ത്യയുടെ അനേകം ചരിത്ര വിക്ഷേപണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ശ്രീഹരിക്കോട്ടയിൽ ഇന്ന് മറ്റൊരു ചരിത്രം പിറക്കുകയാണ്. ISRO പതിറ്റാണ്ടുകളായി സൃഷ്ടിച്ച ശക്തമായ ഇന്ത്യൻ സ്പേസ് എക്കോസിസ്റ്റത്തിന്റെ അടിത്തറയിൽ ഇന്ത്യൻ സ്വകാര്യ സംരംഭകത്വം സ്വന്തം ഓർബിറ്റൽ ലോഞ്ച് കേപ്പബിലിറ്റി പരീക്ഷിക്കുന്ന നിമിഷത്തിലേക്ക് രാജ്യം എത്തുകയാണ്. അവസാന സെക്കൻഡുകളാണ്. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് അല്പസമയത്തിനകം വിക്രം 1 കുതിച്ചുയരാൻ പോകുന്നു. അത് ചരിത്രത്തിലേക്കുള്ളൊരു വലിയ കുതിപ്പാണ്. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ആകാശത്തേക്ക് ഭ്രമണപഥം ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് ചരിത്രത്തിലേക്ക് കുതിക്കാൻ പോകുന്നു. ഏറ്റവും നിർണായകമായ അസൻ ഫേസിലേക്ക് എത്തുകയാണ്. റോക്കറ്റിന്റെ പ്രൊപ്പൽഷൻ സിസ്റ്റം, നമ്മൾ പല വിക്ഷേപണത്തിലും ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. റോക്കറ്റിന്റെ പ്രൊപ്പൽഷൻ സിസ്റ്റം പരമാവധി കൃത്യതയോടെ പ്രവർത്തിപ്പിക്കേണ്ട സമയമാണ്, ആ ഘട്ടമാണ്. തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത നമ്മുടെ ടെക്നോളജി ഉപയോഗിച്ച സ്വകാര്യ മേഖലയിലെ വിക്രം 1 വിക്ഷേപണമാണ് ഇപ്പോൾ ശ്രീഹരിക്കോട്ടയിൽ നടക്കുന്നത്.
കൗണ്ട് ഡൗൺ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. കൗണ്ട് ഡൗൺ നിർത്തിയോ? അഞ്ജലി, അവിടെ നിന്ന് മറ്റെന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ? കൗണ്ട് ഡൗൺ കേൾക്കുന്നില്ല. അല്പസമയത്തിനകം നടക്കുമെന്നാണ് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. ഏതായാലും നമുക്ക് പ്രതീക്ഷിക്കാം, അല്പസമയത്തിനകം തന്നെ കൗണ്ട് ഡൗൺ ആരംഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിൽ ഇവരുടെ സ്കൈ റൂട്ടിൻ്റെ സ്പേസ് എഞ്ചിനിൽ പ്രത്യേകിച്ച് ഒന്നും പുതിയതായി അപ്ഡേറ്റ് ചെയ്യുന്നില്ല. അല്പസമയത്തിനകം തന്നെ കൗണ്ട് ഡൗൺ ആരംഭിക്കുമെന്ന് തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് സംശയമുണ്ട്. വളരെ ചരിത്രപരമായ വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. വലിയ ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച ലോഞ്ച് പാഡിൽ നിന്ന് തന്നെയാണ് ഈ വിക്ഷേപണവും നടക്കുന്നത്. വിക്രം 1 ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈ റൂട്ട് എയറോസ്പേസ് വികസിപ്പിച്ചതാണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും മിഷൻ ആഗമൻ എന്ന് പേരിട്ടിരിക്കുന്ന ചരിത്രക്കുതിപ്പ് 11:30 നിശ്ചയിച്ച വിക്ഷേപണ സമയം. ഇപ്പോൾ 11:32 ആയിരിക്കുന്നു. While we wait for this hold to resolve, is we always take pride in naming our hardwares, and most of them have been in honor of some exceptional minds. So Akhil, why don't you tell us about some of our naming conventions? Yeah, I mean, if you can see in the rocket itself, all our rockets and the launch vehicles are named in the honor of Dr. Vikram Sarabhai, അവിടെ നിന്ന് കൂടുതൽ the very സ്ഥിരീകരണം father ആവശ്യമാണ്. of Indian space program, we call him. And all our solid rocket motors, their names are dedicated to Dr. APJ Abdul Kalam, our very own missile man. And all our cryogenic engines, we have dedicated the names to Dr. Satish Dhawan, which we are like the center we have also, Satish Dhawan Space Center, dedicated to him. And then we have our hypergolic engines, Raman. And then we have dedicated that name to Nobel laureate Dr. C.V. Raman, and our mission computer after the renowned mathematician Srinivas Ramanujam.